മയൂരം സാഹിത്യ സാംസ്കാരിക സമിതി മൂന്നാമത് കഥാരചനാ മത്സരം. കഥ രക്തബന്ധം. ശീർഷകം അയാൾ നീ തന്നെയാണ്. രചന തോമസ് കാവാലം. ശബ്ദം കലാ പത്മരാജ്. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. പാപത്തിൻ്റെ വേതനം മരണമാണ്. റോമ 6:20-22. ജോസഫ് കുഞ്ഞിന് പുനർജന്മത്തിൽ വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഹിന്ദുക്കളുടെ വിശ്വാസമാണെന്നാണ് അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പലപ്പോഴും പല സുഹൃത്തുക്കളുമായി അയാൾ അതിനെക്കുറിച്ച് തർക്കിച്ചിട്ടുണ്ട്. അന്ന് ഭാര്യയുമായി ആശുപത്രിയിൽ ചെന്നപ്പോഴും ആ വിഷയം ചർച്ചയ്ക്ക് വന്നു. ഇത്തവണ അയാൾ തർക്കിച്ചത് ഭാര്യയോടാണെന്ന് മാത്രം. അയാളുടെ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് കലശലായ പനി വന്നാണ് അയാളും ഭാര്യയും കൂടി ആശുപത്രിയിൽ പോയത്. സ്ഥലത്തെ സർക്കാർ ഓഫീസിൽ ജോലിയിലിരിക്കെ 2 പേരും പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് വിവാഹിതരായതാണ്. ശാലിനി ഹിന്ദുവായിരുന്നു, അയാൾ ക്രിസ്ത്യാനിയും. ശാലിനിക്ക് ഹിന്ദു വിശ്വാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു, അയാൾക്ക് ക്രിസ്ത്യൻ വിശ്വാസവും. ഭാര്യയെയും 1 വയസ്സ് പ്രായമായ കുഞ്ഞിനെയും ആശുപത്രിയിലാക്കി അയാൾ വീട്ടിലേക്ക് മടങ്ങി. കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഭാര്യയുമായി നടത്തിയ സംഭാഷണം ഓർത്തു. എങ്കിലും ഈ ആത്മാക്കൾ മരണശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വർഗവും നരകവും ഓരോ സ്ഥലങ്ങളാണോ? ആത്മാക്കൾ പരക്കായ പ്രവേശം നടത്തുമോ? അയാൾ ശാലിനിയോട് ചോദിച്ചു. പുനർജന്മം ഇല്ലെന്നൊന്നും പറയാനൊക്കില്ല. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ആലോചനയുടെ ഉത്തരമാണ് പുനർജന്മം, ശാലിനി പറഞ്ഞു. എങ്കിൽ പറയൂ, നമ്മുടെ മകൻ ആരുടെയെങ്കിലും പുനർജന്മമാണോ? ജോസഫ് കുഞ്ഞ് ചോദിച്ചു. ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും, ജീവിച്ച് മതിയാകാതെ മരിച്ച ആരെങ്കിലും, ശാലിനി പ്രതിവചിച്ചു. അതിന് മതിയാവോളം ജീവിച്ചു മരിച്ച ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അയാൾ ഒരു തത്വജ്ഞാനിയെപ്പോലെ ചോദിച്ചു. സമയം രാത്രി 10 മണിയോടടുത്തിരുന്നു. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അങ്ങിങ്ങായി കത്തി നിന്നു. കാറിൻ്റെ വെളിച്ചത്തിൽ ഈയാമ്പാറ്റകൾ ആകാശത്തിലെ ഉൽക്കകൾ പോലെ പതിക്കുന്നത് കണ്ട് അയാൾ വിസ്മയിച്ചു. നിർത്ത് നിർത്ത് നിർത്ത്! പെട്ടെന്ന് അയാളുടെ മനസ്സാക്ഷി അയാളോട് ഉറക്കെ വിളിച്ചു പറയുന്ന പോലെ അയാൾക്ക് തോന്നി. അത് കേട്ട ഉടൻ തന്നെ ജോസഫ് കുഞ്ഞ് ബ്രേക്ക് ചവിട്ടി. ഒരു അശരീരി പോലെ ആ ശബ്ദം മുഴങ്ങി. വണ്ടി നിർത്തി. കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ശബ്ദം വെറും തോന്നലായിരുന്നുവെന്ന്. കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി അയാൾ പുറത്തേക്ക് നോക്കി. ഒന്നും കണ്ടില്ല. അയാൾ യാത്ര തുടർന്നു. ഏകദേശം 1 ഫർലോങ് ഓടിക്കാണും. അപ്പോൾ വീണ്ടും അയാൾ ആ സ്വരം കേട്ടു. നിർത്ത് നിർത്ത് നിർത്ത്! അയാൾ കാർ വീണ്ടും നിർത്തി. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഏതോ ഒരു മനുഷ്യരൂപം അവിടെ കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ രൂപം പറഞ്ഞു, ദാ അങ്ങോട്ട് നോക്കിക്കേ, അതൊരു സ്ത്രീയല്ലേ ആയിരിക്കുന്നത്? ജോസഫ് കുഞ്ഞ് കാർ നിർത്തി. ഉടൻ തന്നെ അതിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. അപ്പോൾ ആ മനുഷ്യരൂപം അവിടെ കാണാനുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും വേശ്യകളുടെ നിസ്സൽബന്ധികൾ ആരെങ്കിലും ആയിരിക്കും. വഴിയിൽ ആൾക്കാരെ വിളിക്കാൻ നിൽക്കുന്നതായിരിക്കും, അയാൾ വിചാരിച്ചു. ആ മനുഷ്യരൂപം അന്വേഷിച്ച് ചെന്ന ജോസഫ് കുഞ്ഞ് പകരം കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, 25 വയസ്സ് കാണും, വേദന കൊണ്ട് പുളയുന്നു. അവൾ റോഡിൻ്റെ വശത്തുള്ള ഒരു കടത്തിണ്ണയുടെ തടി കൊണ്ട് നിർമ്മിച്ച തട്ടിയിൽ ചാഞ്ഞിരിക്കുകയാണ്. അവളുടെ വലത് കൈ ഉന്തി നിന്ന വയറിൻ്റെ മുകളിൽ പിടിച്ചിരുന്നു. ഇടത് കൈ തലയ്ക്ക് പിന്നിലായി തലയെ താങ്ങി നിർത്തിയിരിക്കുന്നു. റോഡിൽ കൂടി 1-2 വാഹനങ്ങൾ കടന്നുപോയി. ആ വെളിച്ചത്തിൽ അവളുടെ മുഖം അയാൾ വ്യക്തമായി കണ്ടു. സുന്ദരി. അതെ, അത് സുന്ദരി തന്നെയായിരുന്നു. അതായിരുന്നു അവളുടെ പേര്. അയാൾക്കറിയാമായിരുന്നു, ഒരു തമിഴത്തി. പേര് മാത്രമല്ല, ആ മുഖവും സുന്ദരമായിരുന്നു. ആടിനെ പോലെ അഴകും ഒതുക്കവുമുള്ള ശരീരം. തമിഴ്നാട്ടിൽ നിന്ന് ആരുടെയോ കൂടെ വന്ന് ആക്രി പെറുക്കി ജീവിക്കുന്നവൾ. മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ പ്രസവത്തിന് പോയിരുന്നപ്പോൾ ഒരു രാത്രി, ഒരു ദുർബല നിമിഷത്തിൽ അവളുടെ മുറിയിൽ ചെന്നതും മറ്റും അയാളുടെ മനസ്സിലൂടെ കടന്നു വന്ന് അയാളെ വരിഞ്ഞു മുറുക്കി. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ജോസഫ് കുഞ്ഞ് പരിഭ്രമിച്ചു നിന്നു. ഒരുപക്ഷെ ഇതൊരു നിമിത്തമായിരിക്കും. അയാൾ കേട്ട സ്വരവും അവളെ കാണിച്ചു കൊണ്ടുവന്ന മനുഷ്യരൂപവും അയാളുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു. ആ സ്ഥിതിയിൽ അവളെ വിട്ടിട്ട് പോകാൻ അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. ഉടൻ തന്നെ അയാൾ കാർ തിരിച്ചു. ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് വീണ്ടും അയാൾ നോക്കി. എന്നിട്ട് കുനിഞ്ഞ് അവളെ താങ്ങി കാറിലേക്ക് കയറ്റി.
ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചു. പക്ഷെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറും നഴ്സും അയാളെ അതിന് അനുവദിച്ചില്ല. അയാളാണ് സ്ത്രീയുടെ ഭർത്താവെന്ന് അവർ ധരിച്ചു. പ്രസവ സമയത്ത് ഇവിടെ ഉണ്ടാകണം, ഒരുപക്ഷെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇവിടെ ആളുണ്ടാകണം, ഡോക്ടർ പറഞ്ഞു. അയാൾ ആ സ്ത്രീയുടെ ഭർത്താവല്ലെന്നും വഴിയിൽ ബുദ്ധിമുട്ട് കണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും ഒക്കെ അയാൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ അവർ ആരും അത് കേൾക്കാൻ ശ്രമിച്ചില്ല. അധികം താമസിക്കാതെ തന്നെ പ്രസവം നടന്നു. പക്ഷെ സുന്ദരിയുടെ ആരോഗ്യസ്ഥിതി വളരെ അപകടത്തിലായിരുന്നു. പ്രസവത്തിന് ശേഷം ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു. ഉടൻ തന്നെ രക്തം നൽകിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന സ്ഥിതിയായി. സുന്ദരിക്ക് ഉടൻ തന്നെ രക്തം വേണം. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഉടൻ തന്നെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് കൊടുക്കണം, നേഴ്സ് പറഞ്ഞു. ദൈവമേ, ഇത് വല്ലാത്ത പൊല്ലാപ്പായോ, അയാൾ മനസ്സിൽ പറഞ്ഞു. വേഗം ലാബിലേക്ക് പോയി ബ്ലഡ് കൊടുത്ത് തിരിച്ചു വന്നു. കുറേ കഴിഞ്ഞ് നഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ രക്തം ഭാര്യയ്ക്ക് ചേരുന്നതായിരുന്നു, അത് കിട്ടിയത് നന്നായി. അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു, കയറി കണ്ടോളൂ. അമ്മയും കുഞ്ഞിനെയും കാണാൻ നഴ്സ് അനുവാദം നൽകി. ഒരു നിമിഷം അയാൾ അമാന്തിച്ചു. അവൾ തനിക്ക് ആരാണ്? ഏതോ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന വേശ്യ, അതോ തൻ്റെ രക്തം പേറുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയോ? മാനസിക സംഘർഷം കൊണ്ട് അയാൾ ഒരു വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ഏതായാലും തൻ്റെ കുറച്ച് രക്തം അവളുടെ സിരകളിലുണ്ടല്ലോ, ഒന്ന് കയറി കണ്ടേക്കാം, അയാൾ വിചാരിച്ചു. അകത്ത് കയറിയ അയാൾ കണ്ടത് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന സുന്ദരിയെയാണ്. അവളുടെ വശത്തായി കിടന്ന ചോരക്കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു, ഒരാൺകുട്ടി. ആ മുഖത്ത് അയാൾ കണ്ടത് അയാളുടെ തന്നെ രൂപമായിരുന്നു. അയാളുടെ മനസ്സാക്ഷി അത് പറയുമ്പോഴും മനസ്സത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അയാളെ കണ്ട ഉടൻ തന്നെ അവൾ പറഞ്ഞു, നിങ്ങളുടെ തമിഴ് കലർന്ന സന്തോഷം തുടിക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി. ആ കുഞ്ഞ് അയാളുടേതാണെന്ന്. ശരിയായിരിക്കുമോ? അവൾ ആരുടെയെല്ലാം കൂടെ കിടന്നുറങ്ങുന്നു? അക്കാര്യത്തിൽ അവളേക്കാൾ നിശ്ചയം ദൈവത്തിന് മാത്രമേ ഉണ്ടാകൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അയാളുടെ മനസ്സ് മന്ത്രിച്ചു, അയാൾ നീ തന്നെയാണ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ, ആ കുഞ്ഞിനെ അനാഥനാക്കിയവൻ, അവളെ വേശ്യയാക്കിയവൻ, അവളെ അമ്മയാക്കിയവൻ, അവളെ അനാഥയാക്കിയവൻ. ആരോടും പറയൂല, ഞാൻ വളർത്തും, എൻ്റെ ജീവൻ രക്ഷിച്ച റൊമ്പ താങ്ക്സ്. അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അയാൾക്ക് ആശ്വാസം നൽകി. ജീവിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തു നിന്ന് വന്നവൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് വഴിതെറ്റിപ്പോയവൾ, മനസ്സാക്ഷിയുള്ളവൾ, ഈ ആപത്ഘട്ടത്തിലും തന്നെ രക്ഷിക്കാൻ അവൾ ശ്രമിക്കുന്നു. അപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ അയാൾ വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്ഷീണം കൊണ്ട് ലേബർ റൂമിൻ്റെ വാതിൽക്കൽ ബെഞ്ചിലിരുന്ന് അയാളൊന്നും മയങ്ങി. പെട്ടെന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. അയാളുടെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന വാർഡിൽ നിന്നും ഭാര്യയായിരുന്നു വിളിച്ചത്. പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിലേക്ക് വരണം, കുഞ്ഞിൻ്റെ സ്ഥിതി അല്പം. ഭാര്യ അധികം ഒന്നും പറഞ്ഞില്ല. പക്ഷെ അയാൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അയാൾ വാർഡിലേക്ക് ഓടി. ഇത്ര പെട്ടെന്ന് വന്നോ? നമ്മുടെ മോന് പനി കൂടി ന്യൂമോണിയയായി, ഉടനെ ഐസിയുലാക്കി. ശാലിനി അത് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു. നീ വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല, അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ആശ്വാസവാക്കുകൾ പറയുമ്പോഴും അയാളുടെ മനസ്സ് തേങ്ങുകയായിരുന്നു. മകൻ എന്തെങ്കിലും സംഭവിക്കുമോ? കുറേ കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നു. മിസ്റ്റർ ജോസഫ്, ഐ വാസ് ഹെൽപ്ലെസ്, ഐ കുഡ്ന്റ് സേവ് ദ ലിറ്റിൽ. കുഞ്ഞിനെ ആശുപത്രിയിൽ അല്പം കൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ശാലിനി പൊട്ടിക്കരഞ്ഞു. അപ്പോഴും അയാളുടെ മനസ്സ് ലേബർ റൂമിലായിരുന്നു. സുന്ദരിയുടെ അടുത്ത് കിടക്കുന്ന ആ കുഞ്ഞു രൂപം അയാളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു ഉൾക്കകണക്ക് പതിച്ചുകൊണ്ടിരുന്നു. എങ്കിലും രാത്രിയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ അയാളുടെ കാർ നിർത്താനുണ്ടായ അതീന്ദ്രിയ അനുഭവങ്ങൾ അയാൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ആ അശരീരി കൈ ചൂണ്ടി നിൽക്കുന്ന ആൾ രൂപം അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു, അയാൾ നീ തന്നെയാണ്. ആ കൈവിരൽ അയാളുടെ മനസ്സാക്ഷിയിലേക്ക് ചൂണ്ടി നിൽക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു.